ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിനോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിച്ചിട്ട് പോകുന്ന ഒരു സീരീസാണ് ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായിട്ടുള്ള പദം കണ്ടെത്തുക എന്നാണ്. ശരിയായിട്ടുള്ള പദം കണ്ടെത്തുക. അതിൽ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അചാനുബാഹു എന്നുള്ളത് മാത്രമാണ് അവിടെ കറക്റ്റായിട്ട് ഉള്ളത്. ഇനി 22, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നാണ് അതിൽ ശരിയായിട്ടുള്ള ആൻസർ കൊടുത്തിട്ടുള്ളത്. സി ആണ്, മക്കൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അചാനുബാഹുവിൽ കുറച്ച് പദശുദ്ധി നോക്കാം. താഴെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ തെറ്റും ശരിയും കൊടുത്തിട്ടുണ്ട്. ജന്മിത്തം ശരിയായിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? ജന്മിത്തം എന്നാണ്. ജന്മിത്തം എന്നാണ്. അസന്നിഗ്ധം ശരിയായിട്ടുള്ളത് അസന്നിഗ്ധം. ഞാൻ ശരിയായിട്ടുള്ളത് മാത്രമേ വായിക്കുന്നുള്ളൂ. ഇനി ദ്രുതഗതി, ദ്രുതഗതി. അതുപോലെ തന്നെ ഉദ്ദീപനം, ഉദ്ദീപനം ശരിയായിട്ടുള്ളത് ഉദ്ദീപനം. പ്രക്ഷോഭണം, പ്രക്ഷോഭണം. നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നതാണ്. പ്രക്ഷോഭണത്തിന് പണം എന്നുള്ള ആ ഒരു ഇതല്ല, ഭണം എന്നാണ്. പ്രക്ഷോഭണം എന്നാണ്. ദ്രഷ്ടാവ്, ദ്രഷ്ടാവ്. ദൃഷ്ടാവല്ല, ദ്രഷ്ടാവാണ്. ഇനി അജഗജാന്തര വ്യത്യാസം എന്നൊന്നും പറയില്ല, അജഗജാന്തരം എന്നേ പറയുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നായിരുന്നു. അത് മക്കളാണ്. അപ്പോൾ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായിട്ടുള്ള വചനത്തെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വചനമായിരിക്കും. എന്നാൽ സ്ത്രീ പുരുഷന്മാർ ചേർന്നിട്ടുള്ള വചനം കൂടിയിട്ടാണ് ഈ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അലിംഗ ബഹുവചനം, ഉഭയലിംഗ ബഹുവചനം. ബന്ധുക്കൾ, മടിയൻ, മടിയർ, നർത്തകർ, ജനങ്ങൾ, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അലിംഗ ബഹുവചനത്തിൻ്റെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അർ, മാർ, കൾ. അർ, മാർ, കൾ ആണ് ഇതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്. അതിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. ഇനൻ എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. കുറച്ച് അർത്ഥങ്ങൾ നമുക്ക് പഠിച്ചിട്ട് പോകാം. അക്രന്ദനം, വലിയ കരച്ചിൽ അല്ലെങ്കിൽ നിലവിളി. അക്രന്ദനം, വലിയ കരച്ചിൽ അല്ലെങ്കിൽ നിലവിളി. അനുജ്ഞ, അനുജ്ഞ എന്ന് പറഞ്ഞാൽ കൽപ്പന, അനുവാദം എന്നൊക്കെയാണ് അർത്ഥം. അഭിഭൂതം എന്ന് പറഞ്ഞാൽ പരാജയം, പരിഭവം. പ്രാജ്ഞൻ, വിദ്വാനാണ് പ്രാജ്ഞൻ. സംശ്രയം എന്ന് പറഞ്ഞാൽ ആശ്രയം എന്നാണ് അർത്ഥം. സംശ്രയം എന്ന് പറഞ്ഞാൽ ആശ്രയം എന്നാണ് അർത്ഥം. ശമം എന്ന് പറഞ്ഞാൽ സമാധാനം. ശമം എന്ന് പറഞ്ഞാൽ സമാധാനം. രോഹിതം, കുങ്കുമം. രോഹിതം, കുങ്കുമം. തളിമം, കട്ടിലാണ്. തളിമം എന്ന് പറഞ്ഞാൽ കട്ടിലാണ്. വൃഷ്ടി, മഴയാണ്. വൃഷ്ടി, മഴയാണ്. പക്ഷ്മം എന്ന് പറഞ്ഞാൽ കൺപീലിയാണ്. പക്ഷ്മം എന്ന് പറഞ്ഞാൽ കൺപീലിയാണ്. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അധസ്ഥലം പിരിച്ചെഴുതുക. അധസ്ഥലം പിരിച്ചെഴുതിയാൽ അധ പ്ലസ് സ്ഥലം എന്നാണ്. അധ പ്ലസ് സ്ഥലം. അപ്പം അക്ഷരം എന്ന് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അക്ഷരം എന്ന് പിരിച്ചെഴുതുന്നത് ആ പ്ലസ് ക്ഷരം ആണ് അക്ഷരം. അക്ഷരം എന്ന് പിരിച്ചെഴുതുന്നത് ആ പ്ലസ് ക്ഷരമാണ് അക്ഷരം. സോശ്രയം എന്ന് പിരിച്ചെഴുതുന്നത് സ്വ പ്ലസ് ആശ്രയമാണ് സോശ്രയം. സോ പ്ലസ് ആശ്രയമാണ് സോശ്രയം. ഉത്തിഷ്ഠത എന്ന് പിരിച്ചെഴുതുന്നത് ഉത്ത് പ്ലസ് തിഷ്ഠതയാണ് ഉത്തിഷ്ഠത. ഉത്ത് പ്ലസ് തിഷ്ഠതയാണ് ഉത്തിഷ്ഠത. 25ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായിട്ടുള്ള രൂപം ഏത് എന്നാണ്. അർത്ഥാന്തരന്യാസം, 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 അർത്ഥാന്തരന്യാസം ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ശരിയായിട്ടുള്ളത് അർത്ഥാന്തരന്യാസം എന്നതാണ്. അപ്പോൾ പദശുദ്ധിയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ നോക്കാം. പ്രതിച്ഛായ എന്നുള്ളത് പ്രതിച്ഛായ എന്നാണ് കറക്റ്റായിട്ടുള്ളത്. പ്രതിച്ഛായക്ക് 2 ഛായ ഉണ്ട് അല്ലേ, 2 ഛായ ഉണ്ട്. ഒരു കെട്ടുള്ള ഛായാണ് അടിയിൽ വരുന്നത്. ഇനി പ്രാഗൽഭ്യം, പ്രാഗൽഭ്യമല്ല പ്രാഗൽഭ്യം തന്നെയാണ്. വസ്തുനിഷ്ഠം, വസ്തുനിഷ്ഠം അല്ലേ, 0 ഠായാണ് വസ്തുനിഷ്ഠത്തിന്. വിമ്മിട്ടം, വിമ്മിട്ടത്തിന് എന്താണ്? വിമ്മിട്ടം, വിമ്മിഷ്ടമല്ല വിമ്മിട്ടമാണ്. ഇനി തപശ്ചര്യ, തപശ്ചര്യയാണ് ശരിയായിട്ടുള്ളത്. അഷ്ടകമാണ് ശരിയായിട്ടുള്ളത്. അഷ്ടകമല്ല അഷ്ടകമാണ് ശരിയായിട്ടുള്ളത്. കയ്യാമമാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 26ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്.
സന്ധി നിർണ്ണയിക്കുക 90. 90ൻ്റെ സന്ധി ഏതാണ്? അത് ആദേശ സന്ധിയാണ്. സന്ധി ആദേശ സന്ധിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അനുബന്ധ കാര്യങ്ങൾ നോക്കാം. സന്ധിയിൽ അറിഗഡോ എന്ന് പറഞ്ഞാൽ അത് ലോപസന്ധിയാണ്. അറിഗഡോ എന്ന് പറയുന്നത് ലോപസന്ധിയാണ്. അറിഗ പ്ലസ് എഡോ ആണ് അറിഗ എഡോ എന്ന് പറയുന്നത്. അറിഗഡോ എന്ന് പറയുന്നത് ലോപസന്ധിയാണ്. അറിഗ എഡോ. അപ്പോൾ ലോപസന്ധി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്ലൂ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഒരു ലോപസന്ധി, അപ്പം ആ ഒരു ലോപസന്ധി ആണെങ്കിൽ നമ്മൾ പിരിച്ചെഴുതുമ്പം അതിൽ 5 അക്ഷരങ്ങൾ ഉണ്ടാകും. എന്നാൽ കൂട്ടിയിട്ട് എഴുതുമ്പം അതിൽ 4 അക്ഷരങ്ങളെ ഉണ്ടാകുള്ളൂ. അപ്പോൾ അറിഗഡോ എന്നുള്ളതിൽ 4 അക്ഷരമേ ഉള്ളൂ. എന്നാൽ ലോപസന്ധി പിരിച്ചെഴുതുമ്പം അറിഗ എഡോ എന്നാണ്. അപ്പോൾ 5 അക്ഷരമുണ്ട്. ഇനി ചാവുന്നു എന്നത് ആഗമസന്ധിയാണ്. ചാവുന്നു എന്നത് ആഗമസന്ധിയാണ്. ചാ പ്ലസ് ഉന്നു എന്നാണ് പിരിച്ചെഴുതുന്നത്. ഇരുമ്പുലക്ക ലോപസന്ധിയാണ്. ഇരുമ്പ് പ്ലസ് ഉലക്കയാണ്. ഇരുമ്പുലക്ക ലോപസന്ധി ഇരുമ്പ് പ്ലസ് ഉലക്കയാണ്. എത്ര ആഗമസന്ധിയാണ്. എത്ര എന്നുള്ളത് ആഗമസന്ധിയാണ്. എത്ര പ്ലസ് എത്രയാണ് എത്ര. ഇനി വഴിയിൽ കൂടി ദ്വിത്വസന്ധിയാണ്. വഴിയിൽ കൂടി എന്നുള്ളത് ദ്വിത്വസന്ധിയാണ്. വഴിയിൽ കൂടി എന്നുള്ളത് ദ്വിത്വസന്ധിയാണ്. വഴിയിൽ കൂടി. ഇനി തന്നില്ലം എന്ന് പറയുന്നത് തന്നില്ലം അത് ആദേശസന്ധിയാണ്. തന്നില്ലം എന്നത് ആദേശസന്ധിയാണ്. തൻ ഇല്ലം ആണ്. തൻ പ്ലസ് ഇല്ലം ആണ് തന്നില്ലം. മരത്തിൽ ആദേശസന്ധിയാണ്. മരം പ്ലസ് ഇല്ലാണ് മരത്തിൽ. ഇനി 27ാമത്തെ ക്വസ്റ്റ്യനാണ് പൂജക ബഹുവചനം ഏത് എന്നാണ്. അതിൽ ഭാഗവതരാണ് പൂജക ബഹുവചനം. അപ്പോൾ പൂജക ബഹുവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. പൂജക ബഹുവചനം സൂചിപ്പിക്കാനായിട്ട് ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായിട്ടുള്ള ആർ, കൾ, മാർ തുടങ്ങിയവയിൽ ഏതെങ്കിലും ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. അപ്പം ബഹുമാനം സൂചിപ്പിക്കുന്നതിനായിട്ട് ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായിട്ട് ആർ, കൾ, മാർ തുടങ്ങിയവ ഏതെങ്കിലും ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. പൂജക ബഹുവചനം രൂപം കൊണ്ട് ബഹുവചനമാണെങ്കിലും അർത്ഥം കൊണ്ട് ഏകവചനമായിരിക്കും. അപ്പം ഉദാഹരണം നോക്കുക. പത്രാധിപർ, അവർകൾ, തമ്പ്രാക്കൾ, പണിക്കർ, വൈദ്യർ. ഇതൊക്കെ പൂജക ബഹുവചനത്തിൽ വരുന്നതാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിഹകം പര്യായ പദമായിട്ട് വരുന്ന വാക്ക്. വിഹകം പര്യായ പദമായിട്ട് വരുന്ന വാക്ക് പക്ഷിയാണ് കേട്ടോ. പക്ഷിയാണ്. പര്യായ പദങ്ങൾ നോക്കാം. പ്രാവ്, കളരവം, കപോതം, പരാവതം. കളരവം, കപോതം, പരാവതം ഇതൊക്കെ പ്രാവിൻ്റെ പര്യായങ്ങളാണ്. പക്ഷി, വിഹകം, ദ്വിജം, പത്രി, ശകുന്തം, നീടജം, വിഹഗമം, അശുകം. വിഹകം, ദ്വിജം, പത്രി, ശകുന്തം, നീടജം, വിഹഗമം, അശുകം. ഇനി മനുഷ്യൻ, മാനവൻ, മനുജൻ, പുമാൻ, നരൻ. മാനവൻ, മനുജൻ, പുമാൻ, നരൻ. പാമ്പ്, ഭുജകം, ഫണി, ചക്ഷുശ്രവണൻ. ചക്ഷുശ്രവണൻ, ഭുജകം, ഫണി. സൂര്യൻ, രവി, തരണി, ഇനൻ, ദിവാകരൻ. സൂര്യൻ, രവി, തരണി, ഇനൻ, ദിവാകരൻ. യുദ്ധം, രണം, പോര്, സങ്കരം. യുദ്ധത്തിന് രണം, പോര്, സങ്കരം. ഇനി 29ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒറ്റപ്പദം ഏത്? പഠിക്കാനുള്ള ആഗ്രഹം. പിപഠിഷ ആണ് കേട്ടോ. പിപഠിഷയാണ് പഠിക്കാനുള്ള ആഗ്രഹം. ഒറ്റപ്പദങ്ങൾ നോക്കാം. പ്രധാനോൽക്കൻ, ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ. പ്രധാനോൽക്കൻ, ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ. സദായാസൻ, എപ്പോഴും പ്രവർത്തിക്കുന്നവൻ. സദായാസൻ, എപ്പോഴും പ്രവർത്തിക്കുന്നവൻ. ഇനി പഞ്ഞക്കെടുതി, ക്ഷാമകാലത്തെ ബുദ്ധിമുട്ട്. പഞ്ഞക്കെടുതി, ക്ഷാമകാലത്തെ ബുദ്ധിമുട്ട്. സഹോടൻ, വിവാഹകാലത്തു തന്നെ സ്ത്രീയുടെ ഗർഭത്തിലുണ്ടാകുന്ന പുത്രൻ. സഹോടൻ, വിവാഹകാലത്തു തന്നെ സ്ത്രീയുടെ ഗർഭത്തിലുണ്ടാകുന്ന പുത്രൻ. വേദപരാംഗതൻ, വേദത്തിൽ വൈദഗ്ധ്യം നേടിയവൻ. ദ്വൈരഥം, രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള ദ്വന്ദ്വയുദ്ധം. ഇത്രയുമാണ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായിട്ടുള്ള വാക്യം ഏത് എന്നാണ്. അതിൽ ശരിയായിട്ടുള്ളത് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായിട്ടുള്ള കവിയാണ് എന്നതാണ് ശരിയായിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ്. അപ്പം ശരിയായിട്ടുള്ള വാക്യങ്ങൾ കുറച്ചെണ്ണം ഉണ്ട്, അത് നോക്കാം. പരമാവധി 5 ദിവസം മഴ പെയ്യാം. 5 ദിവസം വരെ മഴ പെയ്യാം. ഇനി അടുത്തത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം പറഞ്ഞു. അതിന് ശരിയായിട്ടുള്ളത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് എടുത്തു പറഞ്ഞു. ഇനി വീണ്ടും ലേഖനം തിരുത്തേണ്ടി വന്നു. ഒരിക്കൽ കൂടി ലേഖനം തിരുത്തേണ്ടി വന്നു. ഇതൊക്കെ ശരിയായിട്ടുള്ള വാക്യങ്ങൾ എന്താ വെച്ചാൽ ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പരമാവധി 5 ദിവസം മഴ പെയ്യാം എന്നതാണ്
ശരിയായിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ്, വരെ മഴ പെയ്യാം എന്ന് വേണ്ട ആവശ്യമില്ല. ഇനി ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പം പ്രത്യേകം പറഞ്ഞിട്ട് പിന്നെ എടുത്തു എന്നുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം പറഞ്ഞു, അത്ര മതി. ഇനി ഒരിക്കൽ കൂടി ലേഖനം തിരുത്തേണ്ടി വന്നു, അത് അവിടെ ആവശ്യമില്ല. വീണ്ടും ലേഖനം തിരുത്തേണ്ടി വന്നു, അത്ര മതി. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, നദി എന്ന അർത്ഥം ഇല്ലാത്ത പദം ഏത് എന്നാണ്. നദപതി ആണ് അതിൽ നദി എന്ന അർത്ഥം ഇല്ലാത്ത പദം. അപ്പം നദിക്ക് പര്യായങ്ങൾ തടിനി, അപക, നിമ്നക. അപക, ആപക, നിമ്നക, തടിനി, ഇതെല്ലാം നദിയുടെ പര്യായങ്ങളാണ്. അപ്പം നദപതി എന്ന വാക്കിൻ്റെ അർത്ഥം കടൽ എന്നാണ്. നദപതി എന്ന വാക്കിൻ്റെ അർത്ഥം കടൽ എന്നാണ്. നദി എന്ന വാക്കിൻ്റെ പര്യായ ശബ്ദങ്ങളാണ് തടിനി, ആപക, നിർധരി, തരങ്കിണി, സരിത്ത്, ധുനി, ഇത്രയുമാണ്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, ശരത്ത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുക. ശരത് ചന്ദ്രൻ ആണ് അല്ലേ, ശരത് ചന്ദ്രനാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ശരത് ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ ശരത് ചന്ദ്രൻ എന്ന ഉത്തരവും മറ്റൊരു പരീക്ഷയിൽ PSC നൽകിയിരുന്നു. അപ്പം സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ശരത് ചന്ദ്രൻ എന്ന വാക്ക് ഒറ്റപ്പദമാക്കി എഴുതിയാൽ ശരിക്ക് ശരത് ചന്ദ്രൻ, അവിടെ കെട്ടൊന്നുമില്ലാത്ത ശരത് ചന്ദ്രൻ എന്നുള്ളത് ഉത്തരമായിട്ട് നൽകിയിരുന്നു. ധനുസ് പാണി ആണ്, ധനുഷ് പാണി. ധനുസ് പാണിയാണ്, ധനുഷ് പാണി. തപസ് ചര്യയാണ്, തപശ്ചര്യ, തപശ്ചര്യ. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാറ്റസ് ക്വോ എന്ന വാക്കിൻ്റെ എന്നതിൻ്റെ പരിഭാഷയാണ് മാറ്റമില്ലാത്ത സ്ഥിതിയാണ്. സ്റ്റാറ്റസ് ക്വോ എന്നാൽ മാറ്റമില്ലാത്ത സ്ഥിതിയാണ്. സ്റ്റാറ്റസ് ക്വോ എന്ന വാക്കിൽ എന്നതിൻ്റെ പരിഭാഷ മാറ്റമില്ലാത്ത സ്ഥിതി. അപ്പോൾ പരിഭാഷ നോക്കാം. ജസ്റ്റ് ഇൻ ടൈം, യോജിച്ച സന്ദർഭത്തിൽ. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ യോജിച്ച സന്ദർഭത്തിൽ. ടു ടേൺ ഓവർ എ ന്യൂ ലീഫ്, പുതിയ തുടക്കം നൽകുക. ടു ടേൺ ഓവർ എ ന്യൂ ലീഫ്, പുതിയ തുടക്കം നൽകുക. സെറ്റ് വൺസ് ഹേർട്ട് ഓൺ, അതിതീവ്രമായി മോഹമുണ്ടാവുക. സെറ്റ് വൺസ് ഹേർട്ട് ഓൺ, അതിതീവ്രമായി മോഹമുണ്ടാവുക. ഫാൾ അപ്പാർട്ട്, പഴക്കം കൊണ്ട് ശിഥിലമാകുക. പഴക്കം കൊണ്ട് ശിഥിലമാകുന്നതിനെ ഫാൾ അപ്പാർട്ട് എന്ന് പറയുന്നു. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, പൂർവ്വം വിപരീത പദം എഴുതുക എന്നാണ്. അത് പശ്ചിമമാണ് അല്ലേ. ഇനി വിപരീത പദങ്ങൾ കുറച്ച് നോക്കാം. ആമയം, ആമയം എന്നതിൻ്റെ വിപരീത പദമാണ് അനാമയം എന്നത്. അനാമയം എന്നത് ആമയത്തിൻ്റെ വിപരീത പദമാണ്. ആത്മനിഷ്ഠം, വസ്തുനിഷ്ഠം. ആത്മനിഷ്ഠം, വസ്തുനിഷ്ഠം. ഇമ്പം, തുമ്പം. ഇമ്പം, തുമ്പം. തിക്തം, മധുരം. തിക്തം, മധുരം. വൈധർമ്മ്യം, സാധർമ്മ്യം. വൈധർമ്മ്യം, സാധർമ്മ്യം. വദ്യൻ, അവദ്യൻ. വദ്യൻ, അവദ്യൻ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഗിനേയൻ സ്ത്രീലിംഗം എഴുതുക എന്നാണ്. അതിൻ്റെ സ്ത്രീലിംഗം ഭാഗിനേയി എന്നാണ്. പുല്ലിംഗവും സ്ത്രീലിംഗവും നോക്കാം. എംബ്രാൻ, എംബ്രാട്ടി. എംബ്രാൻ, എംബ്രാട്ടി. തരകൻ, തരകസ്യാർ. തരകൻ, തരകസ്യാർ. തരുണൻ, തരുണി. തരുണൻ, തരുണി. ഭിക്ഷു, ഭിക്ഷുകി. ഭിക്ഷു, ഭിക്ഷുകി. രചയിതാവ്, രചയിത്രി. രചയിതാവ്, രചയിത്രി. രുദ്രൻ, രുദ്രാണി. രുദ്രൻ, രുദ്രാണി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ, ഈ ശൈലിയുടെ അർത്ഥം സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ്. അതിൻ്റെ പുരോഗതി ഇല്ലാത്ത അവസ്ഥയെയാണ് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്നതിൻ്റെ അർത്ഥം. പൂച്ച തെളിയുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് രഹസ്യം വെളിപ്പെടുക എന്നതാണ്. കുതിരയില്ലാത്ത നാട്ടിൽ കഴുത എന്ന ശൈലിയുടെ അർത്ഥം മഹാന്മാരില്ലാത്തിടത്ത് അല്പന്മാർ പ്രമാണികളാകും. 37ാമത്തെ ക്വസ്റ്റ്യൻ, ദർ ഈസ് നോ റോസ് ബട്ട് ഹാസ് തോൺസ് എന്നതിൻ്റെ വിവർത്തനമാണ് മുള്ളില്ലാത്ത റോസാ ചെടി ഇല്ല എന്നാണ്. അപ്പം കുറച്ച് വിവർത്തനങ്ങൾ നോക്കാം. വേർ യു ആർ അറ്റ് റോം, ഡു അസ് ദ റോമൻസ് ഡു എന്നതിൻ്റെ മലയാള പരിഭാഷ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം. വേർ യു ആർ അറ്റ് റോം, ഡു അസ് ദ റോമൻസ് ഡു. അടുത്തത് ടു റിപ്പ് ഇൻ ദ ബഡ് എന്നതിൻ്റെ മലയാള പരിഭാഷ, മുളയിലെ നുള്ളിക്കളയുക. 38ാമത്തെ ക്വസ്റ്റ്യൻ, ആകാശകുസുമം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത് എന്നാണ്. 4ഉം 3ഉം പറയുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം കാര്യമില്ലാതെ സംസാരിക്കുക. ചന്ദ്രഹാസം എടുക്കുക എന്ന് പറഞ്ഞാൽ ഷണ്ടയ്ക്കൊരുങ്ങുക. ചന്ദ്രഹാസം എടുക്കുക, ഷണ്ടയ്ക്കൊരുങ്ങുക. 39ാമത്തെ ക്വസ്റ്റ്യൻ, ഋജു. ഋജു വിപരീത പദമാണ്. അപ്പോൾ ഋജുവിൻ്റെ വിപരീത പദമാണ് വക്രം എന്നത്. വക്രം എന്നതാണ് ഋജുവിൻ്റെ വിപരീത പദം.
ഇനി വിപരീത പദങ്ങൾ നോക്കാം. ആപേക്ഷണീയം, ഉപേക്ഷണീയം, ആപേക്ഷണീയം, ഉപേക്ഷണീയം. ഉത്മദ്യം, നദമദ്യം, ഉത്മദ്യം, നദമദ്യം. ആർദ്രം, ശുഷ്കം, ആർദ്രം, ശുഷ്കം. ഉന്നതി, അവനതി, ഉന്നതി, അവനതി. ഉന്മുഖൻ, വിമുഖൻ, അധോമുഖൻ. മുഖ്യം, ഗൗണം. ക്ഷേമം, ക്ഷാമം, ക്ഷേമം, ക്ഷാമം. 40ാമത്തെ ക്വസ്റ്റ്യൻ. പികം എന്ന വാക്കിൻ്റെ അർത്ഥം കുയിൽ എന്നാണ്. പികം എന്ന വാക്കിൻ്റെ അർത്ഥം കുയിൽ എന്നാണ്. പരിപാടലം എന്ന പദത്തിൻ്റെ അർത്ഥം ഏറെ ചുവപ്പായത്. തന്യു എന്ന പദത്തിൻ്റെ അർത്ഥം സുന്ദരി. അമല എന്ന പദത്തിൻ്റെ അർത്ഥം പരിശുദ്ധ. ഇനി കുറച്ച് തൂലികാ നാമങ്ങളാണ്. വൈക്കം, വൈക്കം ചന്ദ്രശേഖർ നായർ. വൈക്കം, വൈക്കം ചന്ദ്രശേഖരൻ നായർ. വത്സല, വൈക്കം ചന്ദ്രശേഖരൻ നായർ. വത്സല, വൈക്കം ചന്ദ്രശേഖരൻ നായർ. തുപ്പേട്ടൻ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി. തുപ്പേട്ടൻ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ബാലമുരളി, ONV. ബാലമുരളി, ONV. പുളിമാന പരമേശ്വരൻ പിള്ള. പുളിമാന പരമേശ്വരൻ പിള്ള. നരേന്ദ്രൻ P. സച്ചിദാനന്ദൻ. നരേന്ദ്രൻ P. സച്ചിദാനന്ദൻ. നകുലൻ TK ദ്വൈരസ്വാമി. നകുലൻ TK ദ്വൈരസ്വാമി. ഗ്രാമീണൻ VS നമ്പീശൻ. ഗ്രാമീണൻ VS നമ്പീശൻ. സോമൻ തോപ്പിൽ ബാസി. സോമൻ തോപ്പിൽ ബാസി. സുമിത്ര മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സുമിത്ര മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ജയശ്രീ VS വാര്യർ. ജയശ്രീ VS വാര്യർ. മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി. മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി. ജയ്ഹിന്ദ് AP നമ്പ്യാർ. ജയ്ഹിന്ദ് AP നമ്പ്യാർ. തുളസീവനം R രാമചന്ദ്രൻ നായർ. തുളസീവനം R രാമചന്ദ്രൻ നായർ. പ്രഹ്ലാദൻ NR നായർ. പ്രഹ്ലാദൻ NR നായർ. ദേശബന്ധു കേസരി കുഞ്ഞിരാമൻ നായരാണ് ദേശബന്ധു. പാക്കനാർ ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്. പാക്കനാർ ഉണ്ണികൃഷ്ണൻ പുത്തൂർ. പരശുരാമൻ മൂർക്കോത്ത് കുഞ്ഞപ്പ. പരശുരാമൻ മൂർക്കോത്ത് കുഞ്ഞപ്പ. പ്രശാന്തൻ KM റോയ്. മീശാൻ KS കൃഷ്ണപിള്ള. മാടവ്യൻ NP ഭട്ടതിരിപ്പാട്. മാർഷൽ AR മണി. രേവതി TR ശങ്കുണ്ണി. വിക്രമൻ CR കേരളവർമ്മ. പരമു GP ശങ്കരമംഗലം. ബെന്യാമിൻ ബെന്നി ഡാനിയൽ. കഥാപാത്രങ്ങൾ, കൃതികൾ, രചയിതാക്കൾ. ജെസിക്ക ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. NS മാധവൻ്റേതാണ്. ജെസിക്കയാണ് കഥാപാത്രം. കൃതി ലണ്ടൻ ബത്തേരിയിലെ ലുത്തിയനകൾ. രചയിതാവ് NS മാധവൻ. കുഞ്ഞുണ്ണി ഗുരുസാഗരൻ OV വിജയൻ. കുഞ്ഞുണ്ണി ഗുരുസാഗരൻ OV വിജയൻ. ഗോവിന്ദൻകുട്ടി അസുരവിത്ത് MT വാസുദേവൻ നായർ. ഗോവിന്ദൻകുട്ടി അസുരവിത്ത് MT വാസുദേവൻ നായർ. വെള്ളായി അപ്പൻ കടൽ തീരത്ത് OV വിജയൻ. വെള്ളായി അപ്പൻ കടൽ തീരത്ത് OV വിജയൻ. ചിരുത കോരൻ ചാത്തൻ രണ്ടിടങ്ങഴി തകഴി. ചിരുത കോരൻ ചാത്തൻ രണ്ടിടങ്ങഴി തകഴി. വിമലാദേവി മഞ്ഞ് MT വാസുദേവൻ നായർ. വിമലാദേവി മഞ്ഞ് MT വാസുദേവൻ നായർ. സമരനായകർ. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് ലീലാകുമാരി അമ്മ. എൻഡോസൾഫാൻ വിരുദ്ധ സമരനായിക എന്നറിയപ്പെടുന്ന വനിതയാണ് ലീലാകുമാരി അമ്മ. പ്ലാച്ചിമട സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് മയിലമ്മ. തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്ന വനിതയാണ് കാർത്യായനി അമ്മ. ചെങ്ങറ ഭൂസമര നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാഹ ഗോപാലൻ. കരിവെള്ളൂർ സമരനായിക K ദേവയാനിയാണ്. ചിപ്കോ പ്രസ്ഥാനത്തിൽ പങ്കാളിയായ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവ. കണ്ണൂർ ജില്ലയിലെ മണൽവാരലിനെതിരെ ഒറ്റയാൾ സമരം നടത്തിയ വനിതയാണ് ജസീറ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നോക്കാം.